ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ പാടത്ത് ചൂണ്ടറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ചൂണ്ടെടുത്ത് ഇറങ്ങണമെന്ന്. പക്ഷെ അന്നേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല. ഒന്ന് ചെറുതായിട്ട് പനിയൊക്കെ പിടിച്ച് മേലും കൈയൊക്കെ വേദനയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ വെള്ളം മൊത്തം ഇറങ്ങിപ്പോയി. നമ്മൾ വിചാരിച്ചതിലും നന്നായിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ പാടത്തൊന്നും എറിയാനുള്ള സ്കോപ്പില്ല. അപ്പോൾ ആകെയുള്ളത് പിന്നെ തോട്ടിലാണ്. അപ്പോൾ തോട്ടിലൊക്കെ ഒന്ന് എറിഞ്ഞു നോക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വായു അന്ന് ഇവിടെ മൊത്തം വെള്ളമായിരുന്നു. ഇപ്പം മൊത്തം വെള്ളം ഇറങ്ങിയിട്ടാ. അത് ഈ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല. മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. മൊത്തം വെള്ളം കയറി ഇറങ്ങി. ഏരിയ മൊത്തം വെള്ളമായിരുന്നേ. ഞാൻ വെള്ളം കയറുമെന്ന് വിചാരിച്ച് ചെറിയ രീതിയിൽ കയറി, റോട്ടുമ്മിക്കൊന്നും കയറിയില്ല. എന്നിട്ട് ഇറങ്ങിപ്പോയി. ഇതൊക്കെ വെള്ളം കയറിയതായിരുന്നു. വേണ്ട മൊത്തം. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് ഇറങ്ങിയത്. ഇതൊന്ന് പോയി എറിഞ്ഞു നോക്കട്ടെ. അന്ന് ഒരെണ്ണം കിട്ടിയിട്ട് പോയതാണ്. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. ഇനി മൂന്നാമത്തെ പ്രാവശ്യമാണിത്. സാധനങ്ങളുണ്ട് കേട്ടോ. കണ്ടാ, ചളി വിളി, ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. കണ്ട ഏരിയ മൊത്തം വെള്ളം കയറി അങ്ങോട്ട് പുല്ല് ചീഞ്ഞ് നാറിയിട്ട് ഭയങ്കര സ്മെല്ല്. ആകെ ഒരു നാറ്റ സ്മെല്ല് ഇവിടെ. എറിഞ്ഞൊക്കെ പോയിട്ട് പ്രതീക്ഷ ഉണ്ട് കിട്ടുമായിരിക്കും. വെള്ളം കയറി പോയതല്ലേ. കണ്ട ചണ്ടിയൊക്കെ വന്ന് അടിഞ്ഞ് കിടക്കണണ്ട. ഫ്രിഡ്ജ് ബോക്സ് അല്ലേ ഇത്. അപ്പോൾ നമ്മൾ എറിഞ്ഞിരുന്ന ഭാഗം ആ ഏരിയ ആണ് കേട്ടോ. അവിടുന്ന് ഈ ഏരിയ കൂടെ അങ്ങനെ പോകണം. അപ്പോൾ ആ വളവിൽ ആ എൻഡിലാണുള്ളത്. നമുക്ക് അവിടെ ഒന്ന് എറിഞ്ഞു നോക്കാം. കുറച്ചങ്ങോട്ട് ഉള്ളോട്ട് പോവാം. അന്ന് പോയ മാതിരി നല്ല ഉള്ളോട്ട് പോകണില്ല. കാരണം വെള്ളം കയറി പോയതല്ലേ. എന്തെങ്കിലുമൊക്കെ ജന്തുക്കൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും. വെറുതെ എന്തിനാ വള്ളി പിടിച്ചൊരിക്കുന്നു. അപ്പോൾ പോയേക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് എറിഞ്ഞു നോക്കട്ടെ. ഓ, ഓരോന്ന് പേടിപ്പിക്കുന്നു. എന്തൊക്കെ സാധനങ്ങൾ. അപ്പോൾ ഏറിയൽ പരിപാടിക്ക് കിടക്കട്ടെ കേട്ടോ. ഒരു 1-2 പ്രാവശ്യം എറിഞ്ഞു നോക്കട്ടെ. എന്നിട്ട് കാണാം. ഓക്കെ. അല്ല ഗൈസ്, ഒറ്റ കയ്യിൽ എറിയണാണ്. ഇപ്പോൾ കാണിച്ചുതരാം. ഓക്കെ, കണ്ട ഇങ്ങനെ എറിയാം. ക്യാമറ എടുത്തിട്ട് ആളില്ലെങ്കിൽ എറിയാം. ഇങ്ങനെ എറിയാമെന്നറിയാം. ഇനി റിട്രൈവ് ചെയ്യണമെങ്കിൽ ക്യാമറ ഓഫ് ആക്കണം. അപ്പോൾ ഒന്ന് വലിക്കട്ടെ. അല്ല ഗൈസ്, ഇന്നൊരു രക്ഷയില്ല. മൂന്നാമത്തെ ദിവസം ഒന്നുങ്ങാണ്ടും പാളി പോയിട്ടാ. കണ്ട വെള്ളം കയറിയപ്പോൾ മീൻ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളം കയറിയപ്പോൾ മീൻ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അതും ഇല്ല. അപ്പോൾ വെറുതെ വന്നാൽ മതിയായി. നല്ല രീതിയിൽ വെള്ളം കയറി ഇറങ്ങി പോയതാ. അന്ന് വരാൻ പറ്റിയില്ല. അന്ന് പനി പിടിച്ചു പോയി. പനിയെന്ന് പറഞ്ഞാൽ കിടപ്പിലായില്ല. പക്ഷെ മേലും കൈവേനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇറങ്ങാഞ്ഞ് വെള്ളം ഇത്ര ഇറങ്ങാൻ വേണ്ടി കാത്തുക്കണ്ടുണ്ടായിരുന്നില്ല. കുറച്ചെണ്ണം താന്നപ്പോൾ ഇറങ്ങിയാൽ മതിയായിരുന്നു. കണ്ടാ പിലാപ്പി ഉണ്ട്. മീനുണ്ട്, പിലാപ്പി ആണെന്നുള്ളൂ. കണ്ടാ ഏരിയയിൽ വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഈ വഴി നടക്കുന്നത്. കാരണം വെള്ളം കയറിയതായതുകൊണ്ടേ ഒഴുക്കിലൊക്കെ വല്ലതും വന്ന് അടിഞ്ഞടക്കുണ്ടാവും. കണ്ടാ അവിടെ കയറിയാണെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ആ ഏരിയയിലൊക്കെ എല്ലാം പാളിപ്പോയി. കണ്ടാ ഇവിടൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അധികം അങ്ങോട്ട് പോണില്ല. കുറച്ച് അതറ്റം പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോരാച്ചിട്ടാണ്. കുറച്ച് തലകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ. മറ്റേ എരണ്ടയാണ്. അപ്പോൾ കുറച്ച് നേരം കൊണ്ടൊന്ന് എറിഞ്ഞു നോക്കിയിട്ട് സംഭവം പരിപാടി നിർത്താം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇന്ന് മൊത്തത്തിൽ പാളി ഗൈസ്. ഒരെണ്ണം പോലും കിട്ടിയില്ല. കുറേ എറിഞ്ഞു. കണ്ടാ
ഇത് എന്ത് കുരുപ്പാണിത്? വെള്ളം മുങ്ങിയിറങ്ങിയാൽ മീൻ ഉണ്ടാവുന്നതിന് വിചാരിച്ച് അതുമില്ല. കണ്ടോ പൊന്തൊക്കെ വളർന്നുകാണ്ട് വഴിയിലേക്ക് എത്തി. നമുക്ക് ആ മൂന്നും കൂടി ജംഗ്ഷനിലും കൂടി ഒന്ന് ഇട്ടോക്കാം. എന്നിട്ട് നമുക്ക് ആ മൂന്നും കൂടി ജംഗ്ഷനിലൊന്ന് ഇട്ട് നോക്കിയിട്ട് നമുക്ക് മെല്ലെ ഇവിടെ നിന്ന് തീർക്കാം കേട്ടോ. കണ്ടോ മീൻകുട്ടികൾ നല്ല ഉണ്ട്. ബ്രാലും കുട്ടികളാണ് തോന്നുന്നത്. ബ്രാലും കുട്ടികൾ. നമ്മൾ മുമ്പ് അങ്ങോട്ടൊക്കെ പോയിരുന്നു കേട്ടോ. ആ ഏരിയക്കൊക്കെ പോയിരുന്നു. ഇനിയിപ്പോൾ ആ ഏരിയക്കൊന്നും ഞാൻ പോകണില്ല. മതിയായി. ഇവിടെ 1-2 ഏറ് എറിഞ്ഞിട്ടേ നമുക്ക് വീഡിയോ നല്ല വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഫിഷിങ് ഏകദേശം കഴിഞ്ഞിട്ടാ. ഒന്നുമില്ല. കണ്ടോ ഇപ്പോഴത്തെ പാടത്തിൻ്റെ അവസ്ഥ കണ്ട. വെള്ളം ഇറങ്ങിപ്പോയിട്ട് ഇങ്ങോട്ടൊന്നും വരില്ലെന്ന് വിചാരിച്ചാണ്. പിന്നെ പോയോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വന്നാ കണ്ടാ പുല്ലൊക്കെ ചീഞ്ഞ് നാറിയിട്ടേ. അപ്പോൾ എന്തായാലും പിടിക്കും. നമുക്ക് ഒരു വർഷം കിട്ടിയതല്ലേ, ഇനിയും കിട്ടും. ഇതിന് മുന്നൊക്കെ എത്രയോ പിടിച്ചിട്ടുള്ളതാണ്. മീനില്ല ഒന്നാമത്, അതാണ്. മോനെ ഒരു എലാസ്റ്റിക് കൂടെ ഇത് കണ്ട വെള്ളത്തിൽ കിടന്ന് ഇല്ലാണ്ടായി പോയി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോസുമായി വീണ്ടും വരാം. ബൈ.